വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. ഇന്ന് അച്ഛന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്നത്. എന്തൊരു സ്നേഹമുള്ള കുട്ടി മാമ. ഉറക്കത്തിൽ എണീറ്റ ഉടനെ തന്നെ ഞാൻ പോയി, കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റുള്ളൂ. അച്ഛന്റെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. സോ 3 നേരവും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഒരു ലേശം. ഉടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി. ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത്. എന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവാൻ. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഹോസ്പിറ്റലിൽ 2-3 ദിവസം അഡ്മിറ്റ് ആവാൻ കാരണം തന്നെ താനാണ് ഇതിനൊക്കത്തിനും കാരണം. 2 മണി 3 മണിയായപ്പോ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. 2 മണി 3 മണിയായപ്പോ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. അച്ഛനും എന്റെ കഴിച്ചു, ചപ്പാത്തിയും കഴിച്ചു. അച്ഛന്റെ ഫുഡ് വന്നപ്പോ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു. അതിശയന്റെ കൊച്ചാ. ഇതിനും വേണ്ടി തനിക്ക് മാത്രം ഞാൻ കൊന്നില്ലല്ലോ. അച്ഛന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടാ, കാരണം ഡയബറ്റീസ് ഉണ്ട്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ. പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം. അപ്പത്തിലുള്ള തെറ്റാ. ഒറ്റ ദിവസം കൊണ്ട് 15,500 രൂപ. ക്യാൻറ്റീനാ കൂടുതൽ. കഴിച്ചു കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചു.